ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്, ബിസ്ക്കറ്റ് പുഡിങ്. ഒരു സിമ്പിൾ പുഡിങ്ങാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് മിൽക്ക് മെയ്ഡ് ജെല്ലിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടാലോ. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ജെല്ലി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ചെറി ജെല്ലിയുടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജെല്ലി സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കാം. അതിലേക്ക് നമ്മുടെ ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ചെറി ഫ്ലേവറുള്ള ജെല്ലി പൗഡറാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ. നമ്മുടെ ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജെല്ലി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ്ങിന് വേണ്ടി ഞാൻ കുറേ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. പിന്നെ വേണ്ടത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലൂണയുടെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. പിന്നെ ഒരു ക്രീം വേണം, ഫുൾ ക്രീം. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് ഇളം ചൂടുള്ള പാലാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിൽ നമ്മുടെ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രോസസ്സ്, നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പം 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കും 1 ടിൻ ക്രീമുമാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസിൻ്റെ പാത്രം. അതിൽ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കോഫിയും കൂടെ മിക്സ് ചെയ്ത ആ മിശ്രിതത്തിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ടും ഒന്ന് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്കത് ആദ്യത്തെ ലെയർ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും ക്രീമും കൂടെ ഉള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ലെയർ സെറ്റ് ചെയ്ത് അടുത്ത ലെയർ റെഡിയാക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും ക്രീമും ഉള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കിതിലെല്ലാം ഇങ്ങനെ നമുക്ക് ബിസ്ക്കറ്റ് ഈ പാലും കോഫിയും കൂടെ ഉള്ള മിശ്രിതത്തിൽ മുക്കിയിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് കാണാം.
അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റും ക്രീമും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി നമ്മുടെ ജെല്ലി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ജെല്ലി എടുത്ത് അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സെറ്റാക്കിയെല്ലാം നമ്മുടെ ജെല്ലിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഒരു 2 മണിക്കൂറോളം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇത് തണുപ്പിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പുറത്തെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും ബൈ.